എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടെ. ഇന്ന് രാവിലെ നമുക്ക് ചീരപ്പുട്ടാണ്. അപ്പൊ ഞാൻ കുറച്ച് ചീരരി ഇറങ്ങിയിട്ട പറമ്പിലേക്ക്. പിന്നെ അത് മാത്രല്ല കേട്ടോ, ഇന്ന് ഞാനൊരു കാര്യം കൂടി കാട്ടിത്തരാം. നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ മത്ത തന്നെ മുളച്ചിട്ട് മത്തയും കുമ്പളങ്ങയൊക്കെ തന്നെ മുളച്ച് പടരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് മതിലുമേ നോക്കിയാ പട്ട ചാരി വെച്ചിട്ട് ഇങ്ങനെ പടർത്തി വീണത് നോക്കിയാ അവരിപ്പോ ഇത്രേ വലുതായിട്ടാ. ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കയറി പിടിക്കും. അപ്പൊ മതിലുമ ഇങ്ങനെ എഴുത്തോടെ അങ്ങോട്ട് പൊക്കോളൂ അവര്. അപ്പൊ നോക്കിയേ, രാവിലെ തന്നെ അമ്മ എണീറ്റിട്ട് അടയ്ക്കാട്ടോ പറക്കണത്. അപ്പൊ ഞാനെന്ന് പറഞ്ഞ ദിവസം അടയ്ക്ക പറക്കാറില്ല. പക്ഷെ അമ്മ വന്നപ്പോ അമ്മയ്ക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതാ അമ്മ അടയ്ക്ക പറക്കിയിട്ട് നമ്മുടെ നോക്കിയ ബക്കറ്റിൽ ഏതാണ്ട് ഒരു പകുതിയോളം ആയിട്ടുണ്ട് കേട്ടാ. അമ്മ ഒന്ന് ചോദിച്ചിരിച്ചേ. അപ്പൊ ഇതാ നോക്കിയേണ്ട അടയ്ക്ക പറക്കണ്ടേ. അപ്പൊ നമ്മുടെ അടയ്ക്ക മരം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സൈഡില് ഒരു 7 അടയ്ക്ക മരമായിട്ടാ നമ്മുടെ വീടിന്റെ ഈ സൈഡിലായിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അടയ്ക്ക വലിക്കാനൊന്നും കൊടുക്കില്ല. ഇങ്ങനെ വരുന്നത് പറക്കും. എന്നെ സംബന്ധിച്ച് ഞാനൊരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് പറക്കുക. ഇന്നിപ്പോ അമ്മ വന്നാൽ കാരണം അമ്മ കാലത്ത് എൻ്റെ അത് പറക്കാൻ നിൽക്കണമെന്നുള്ളൂ കേട്ടാ. പിന്നെ നോക്കിയേ, ഷായിട്ട് നോക്കിയതേ പറമ്പില് കളയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ ചെയ്യണുണ്ട് കേട്ടാ. അപ്പൊ ഷായിട്ട് ഇന്ന് ചെയ്യണ കാര്യം എന്നിട്ടാന്നറിയോ, നോക്കി ഇവിടെ കുറെ മണ്ണ് കണ്ട് ഇങ്ങനെ കൂടി കിടക്കണത്. ഈ മണ്ണെന്ന് പറയണത് ഷായിട്ട് എന്താ ഈ ഒരു സൈഡിലായിട്ട് ഇതാ നമ്മളൊരു ചാല് കോരി ഇപ്പൊ എടുത്തു. ഇങ്ങനെ ഒരു ചാല് നമ്മളിപ്പോ കോരി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇപ്പുറത്തായിട്ട് ഇതിപ്പോ ഷായിട്ടൻ ആ മണ്ണ് കുറച്ച് ചാല് കോരിയ മണ്ണ് നമ്മുടെ ഇവിടെ ഒരു ചാലുണ്ടായിരുന്നു. ഈ ചാലിന്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ട്, നമുക്ക് മണ്ണിൽ ദ്രവിച്ചു പോണ കുറെ സാധനങ്ങൾ കൊണ്ടിട്ടിട്ട് നമ്മൾ മൂടുന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു ചാല് ഷായിട്ട് മൂടിയിട്ട് ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ നിരത്തിയെടുക്കാട്ടെ ഷായിട്ടും ചെയ്യണേ. അപ്പൊ നോക്കിയേ, ഞാൻ നമ്മുടെ വീഡിയോയിൽ പല പ്രാവശ്യം ചീരപ്പുട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ചീരപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മൾ അരിപ്പൊടിയിലുണ്ടല്ലോ പ്രത്യേകിച്ച് വെള്ളം തീരെ ചേർക്കില്ല. അതിന് പകരം ചീര മാത്രം അരിഞ്ഞിട്ടിട്ടാണ് നമ്മള് മിക്സിയുടെ ജാറിൽ അടിച്ച് ഇതേപോലെ ആക്കിയെടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അളവായിട്ടുണ്ടെങ്കിൽ നമ്മളെ പുട്ടുണ്ടാക്കേണ്ട പാകമായിട്ടുണ്ട് കേട്ടാ. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിൽ ജീരകം ഇടും, ഉള്ളിടും, എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ നല്ല നമ്മുടെ പുട്ടുണ്ടാക്കേണ്ട ഒരു പാകത്തിന് നമ്മളിങ്ങനെ ആക്കിയെടുക്കാട്ടെ ചെയ്യാം. പിന്നെ നമ്മുടെ പുട്ടുകുമ്പം വെച്ചത് ആവി പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വാരിടാം. സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ കുറച്ച് നാളികേരമൊക്കെ ഇട്ട് പിന്നെ നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് പൊടി വാരിയിടുക. വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കുക, വീണ്ടും പൊടി. ഇത്രേ ഉള്ളൂ. ചീരപ്പുട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ ചീരപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഉണ്ടാക്കണ കാരണം കേട്ടാ. ഇനിയിപ്പോ ഇത് വേവിച്ചെടുക്കാം. പിന്നെ ഇതിൽ ഞാൻ പഴം പുഴുങ്ങാനായിട്ട് ഇട്ടോക്കണേ. സാധാരണ നമ്മൾ പുട്ടൊക്കെ വേവിക്കണ അത്രയും തന്നെ വേവ് തന്നെയാണ് വേണ്ട കേട്ടോ. അപ്പം ചീരപ്പുട്ട് ഇച്ചിരി കൂടുതൽ വേവൊന്നുമില്ല. അപ്പം നോക്കിയാൽ നല്ല എന്താ പറയുക ഭംഗിയിൽ തന്നെ നമുക്ക് പുട്ടിങ്ങനെ കുത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ അല്ലുത അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ പറമ്പിലേക്കൊന്നും ഇല്ല ഇപ്പോൾ, കാരണം നല്ല ചൂടാണല്ലോ. അവളുടെ ആരോഗ്യം നോക്കേണ്ടതാണെന്ന് തോന്നണത്. നല്ല ഉറക്കമാണ് കണ്ട. ഞാൻ ഇത്രയും അടുത്ത് വന്നിട്ട് പോലും അവൾ അറിയണില്ല. അത്ര സുന്ദര ഉറക്കാട്ടോ അവൾ ഉറങ്ങണത്. ഷായറ്റിനെ കാലത്തോട്ട് നിന്ന കാരണം നോക്കിയേ ഈ ഭാഗം നല്ല നിരപ്പായി കിട്ടിയിട്ടാ. ഇനിയിപ്പോ മണ്ണ് കഴിഞ്ഞിട്ടുണ്ടോ ഒരു ഷായിട്ടാ? ആ ചവറിട്ട ഭാഗമാകുമ്പളേ എന്തായാലും നമ്മൾ എങ്ങനെ മണ്ണിട്ടാലും ഒന്ന് കുലിയില്ല ഷായിട്ടാ.
കുരി ആ ആ ഭാഗം ഒന്നിരിക്കും, ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല നിരപ്പായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ അതനുസരിച്ച് എന്തെങ്കിലും നട്ടു കൊടുക്കുമ്പോ അതിന്റെ മുകളിലേക്ക് തന്നെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒപ്പത്തിന് ഇട്ട് നിൽക്കൂട്ടാ. അപ്പൊ എനിക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളിവിടെ പയർ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് വീഡിയോയിലേ. അപ്പൊ ആ പയറിന്റെ ഇടയിലൊക്കെ ആയിട്ട് നിറച്ച് ചീരത്തൈകൾ മുളച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പയറിന് നമ്മൾ വെണ്ണൂർ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടാ, കുറച്ചൊന്ന് വലുതായി വന്നപ്പോ. കാരണം നമ്മൾ പല പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പയറിന് വെണ്ണൂർ ഇടുന്നതും അതിന് മുകളിൽ മണ്ണിടുന്ന കാര്യങ്ങളൊക്കെ. ഇതിപ്പോ ഈ ചീരത്തൈകൾ മുഴുവൻ പറിച്ച് കളയലാട്ടാ, പറിച്ച് ഇവരെ കറക്കി തന്നെ ഇടുള്ളൂ. നോക്കി നമ്മുടെ ഈ പയറിന്റെ ഇടയിൽ മുഴക്കണ്ട മുളയ്ക്കുന്നത് മുഴുവൻ ചീരത്തൈകളാട്ടോ, അല്ലാണ്ട് വേറെ പുല്ലുകളും കാര്യങ്ങളും ഒന്നല്ല കൂടുതൽ മുളയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ പയറിന്റെ ഇടയിലത്തെ ചീരത്തൈകളും പുല്ലൊക്കെ അത്യാവശ്യം വെയിക്കല് കഴിഞ്ഞു കിട്ടാ. പിന്നെ ഇപ്പൊ നല്ല വെയിലായി തുടങ്ങി. വെയിലായി കഴിഞ്ഞ് പിന്നെ അധികം നേരം ഇപ്പൊ പറമ്പിൽ പണിയാൻ നിക്കണില്ല. അപ്പൊ ഇനി നമ്മുടെ കോഴികൾക്ക് കുറച്ച് ചീരയൊക്കെ അരിഞ്ഞിട്ട് കയറാം. കാരണം ദിവസം പറമ്പിൽ വന്ന് പോകുമ്പോ അവർക്ക് കുറച്ച് ചീര അരിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഞങ്ങട് പോവാ. ഷായിട്ടിന് നിർത്തല്ലേ ഷായിട്ടാ, വെയിലായില്ലേ? ആ നിർത്തിയൊക്കെ ഷായിട്ട വാ പോവാ നമുക്ക്. ചീര നമ്മുടെ കോഴികൾക്ക് അരിയണേക്കാളും മുന്നായിട്ടുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നോക്കി ഇപ്പൊ വെള്ളമുളക് ഒരു ഉണ്ടമുളക് കാട്ടിയതല്ലേ നോക്കി, നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട് ഇപ്പൊ. എന്ത് രസമായിട്ടാന്നറിയോ ഇങ്ങനെ നമ്മളിങ്ങനെ കട കണ്ടാ നല്ല വലിപ്പം വരുന്നുണ്ടാ ഈ മുളക്, എല്ലാ കടയും ഉണ്ടാവുന്നുണ്ട്. കാണാണ്ട കാണാണ്ടാണ് അവൻ ഞാൻ കാണേണ്ട രീതിയിലാട്ടെ. അത് നമുക്ക് ഇങ്ങനെ ക്യാമറയിലേക്ക് ഈ സൈഡിലേക്ക് നോക്കി നോക്കിയേ കണ്ടാ, അതേപോലെ തന്നെ നോക്കിയേ എല്ലാ കടയും ഉണ്ട്. താഴേക്ക് ആയിട്ടുണ്ടായി നിക്കണേ. ഒരു കൊമ്പ് നോക്കി വെറുതെ ഇങ്ങനെ പിടിക്കുമ്പോ കണ്ടാ നോക്കിയേ എന്തൊരു ഭംഗിയാ. ഇനിയിപ്പോ നമ്മുടെ കോഴികൾക്ക് എത്തിക്കാം, അവരുണ്ടെങ്കിൽ ബഹളം കൂട്ടി തുടങ്ങും. പണ്ടാട്ടാ ഇപ്പൊ നമുക്ക് കൊറേ ചീര ഒരുമിച്ച് കതിര് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇപ്പൊ കൊത്തിരിഞ്ഞിട്ട് കൊടുക്കല് കുറവാ, വെറുതെ കൊണ്ടിട്ട് കൊടുക്കുള്ളൂ. വൈകുന്നേരം എനിക്ക് തണ്ടാക്കിണ്ടാവും. ഞാൻ ഇന്നലെ ഇട്ട് കൊടുത്തുള്ള തണ്ട് കാട്ടിയാട്ടാ എങ്ങനെ കിടക്കണേന്ന്. കുട്ടികളെ ആ കൊണ്ടുവന്നിട്ടാ
എല്ലാവർക്കും തരാം. തരാം. തിന്നാനുള്ളൊരു ഇഷ്ടം നോക്കിയ നമ്മള് ഇട്ടുകൊടുക്കണ ചീരക്കടയിലത്തെ ഇലകൾ തിന്നിട്ട് ഇതേപോലെ ആക്കി തരും അവര്. പിന്നെ നമ്മള് കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ തണ്ടും കൂടി തിന്നും കേട്ടോ, ഒന്നും വേസ്റ്റ് ആവില്ലേ. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇപ്പൊ അത്യാവശ്യം കുറച്ച് ചീര ഉണ്ട് ഇപ്പൊ അരിഞ്ഞിട്ട് കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ അരിഞ്ഞിട്ട് ചെറുതാക്കി വെട്ടി നുറുക്കി ഇട്ട് കൊടുക്കാണ്ടിരിക്കണേ കേട്ടാ. അപ്പൊ ഞങ്ങള് തന്നെ കഴിക്കാനിരുന്നു കേട്ടാ. അപ്പൊ ചീരപ്പുട്ടിന്റെ ടേസ്റ്റ് അമ്മഴന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടാവേ? ചീരയുടെ കുത്താവിടുന്ന് തോന്നുന്നില്ല, ഒന്നുമില്ലേ, നമ്മള് സാധാ കുട്ടി കഴിക്കണ പോലെ തോന്നുന്നു. പിന്നെ ഷായത്തിന് ഇഷ്ടമാണത്. ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ആക്കണ കാരണം പ്രത്യേകത അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള്. അടിപൊളി സാധനം ഉണ്ടാതെ പിള്ളേർക്കൊക്കെ ആക്കി കൊടുക്കാം കളർഫുള്ളായിട്ട്. എന്നിട്ട് അങ്ങനെ കാപ്പി കുടി കഴിഞ്ഞു. നമ്മളൊക്കെ പെട്ടെന്നുള്ള പരിപാടിയില്. ഇനി ഇത്ര നേരം വൈകിട്ടായിരുന്നു പണി, ഇനി കുറച്ചു നേരം തണുത്താട്ടാ. തള്ളത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ കൊപ്പറ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് കൊപ്പറ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇത് വെട്ടി തുടങ്ങി ഞങ്ങള്. അതാണ് ഇഷ്ടമായിട്ട് ഇപ്പൊ വെട്ടാനാ പോണെ. നമ്മുടെ കൊപ്പറ ഉണങ്ങി നമ്മള് ഇതാ വെച്ച് തുടങ്ങിയിട്ടാ. അപ്പൊ ഞങ്ങള് എപ്പോ പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഞാൻ ഷായിട്ടിന് കുറച്ചു നേരം ഇരുന്ന് വെട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ പകലായാലും ഷായിട്ടിന് ഇന്ന് ഫ്രീ ആണ്. അപ്പൊ അത് കാരണം ഞാൻ ഷായിട്ടതാ പറമ്പിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷായിട്ട് പറഞ്ഞല്ലോ തള്ളത്തുള്ള പണിയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് നേരം ഇത് വെട്ടായിരിക്കും. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മളോട് എന്താ പറയാ, കൊപ്പറ ആട്ടിനോടത്ത് അവര് പറയുന്നുണ്ട്, നിങ്ങള് മുഴുവനോടെ കൊപ്പറ കൊണ്ടുവന്നാൽ അവർ ആട്ടി തരും. പക്ഷെ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാണെങ്കിൽ നന്നായി വെളിച്ചെണ്ണ കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ കണ്ട ഇങ്ങനത്തെ കുറെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മള് വെട്ടി നോക്കിയിട്ടായിട്ട് കൊണ്ടുപോകണത്. എനിക്കെന്ന് പറഞ്ഞാലേ നാളികേരം വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം ഈ നാളികേരം തിന്നും ചെയ്യാം. ഇത് ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ ഈ മുട്ടി നോക്കിയാ നാളികേരം വെട്ടി ഈ കനണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയാ രണ്ട് സൈഡും ഇങ്ങനെ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി തേഞ്ഞു പോയി. ഇത്രയായി ശരിക്കും. ഈ മുട്ടി 2 വർഷമായിട്ടുള്ളൂ കേട്ടാ എങ്ങോട്ട് എടുത്തിട്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടില്ലേ നമ്മള് മാങ്ങ പൊട്ടിക്കുന്നത്, ആ മാങ്ങ പഴുത്തതായിട്ട് ഇപ്പൊ അമ്മ ചെത്തണത്. അപ്പൊ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കൊപ്ര പണി തുടങ്ങുമ്പോ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാ. ഞാനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ നാളെ പൊളിക്കുന്നത് കണ്ടിട്ടുള്ള അമ്മ ബാഗ് പോന്നേട്ടാ കിട്. അപ്പൊ ഞാനേ സമ്മതിക്കാണ്ട അതൊക്കെ വെട്ടാനായിട്ട്. കഴിക്കും മക്കളെ.
അമ്മ ഇരുന്ന അമ്മ മാങ്ങ ചെത്തിട്ടുള്ള കഴിച്ചിട്ടില്ലേ? ഇന്നലെ പക്ഷെ ഞങ്ങള് കഴിച്ചുട്ടാ. ഒന്നുകൂടെ ടേസ്റ്റ് ആയില്ല. ഇന്നലെ ചെറുതായിട്ടൊരു പുളി ഉണ്ടായിരുന്നു. ഇന്നേക്ക് നന്നായി പഴുത്തില്ല. അടുത്ത പ്രാവശ്യം മാങ്ങ പൊട്ടിക്കുമ്പോ എന്തായാലും നമുക്ക് വരട്ടാം. നല്ല ടേസ്റ്റാ. അമ്മ ആദ്യം കഴിച്ചിട്ടില്ലേ? കഴിഞ്ഞ വർഷം ഉണ്ടല്ലേ കഴിച്ചിട്ടുണ്ട്. അമ്മ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മള് കഴിഞ്ഞ നാട്ടില്ലേ വരട്ടിയിട്ടുള്ള മാങ്ങ തൊലിയേപ്പിലായിരുന്നു. തൊലിയേപ്പില ഞാര് കുറവല്ലേ, ഇതിന് പക്ഷെ ഞാരുണ്ടാവും. അടിച്ചെടുക്കേണ്ട വരാമോ? ഇത് പോവാണ്ട് നേരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ നോക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ ഇരിക്കും. ഫ്ലൈറ്റ് ഒക്കെ പെട്ടെന്ന് കാര്യമാവും. വേണം മുട്ടിപ്പണി വേണം നമുക്ക്. മാങ്ങ തിന്ന് കുറച്ച് നേരം വെച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്തായാലും ഈ ഒരു കൂട്ടം അവസാനിപ്പിക്കും. അത് രാത്രിയിൽ എപ്പോഴേലും കേട്ടാ അവസാനിപ്പിക്കുള്ളൂ അല്ലേ ചേട്ടാ? ഇനി അത് എത്രക്കുള്ളതല്ലോ. അപ്പൊ ഞങ്ങള് ഇനി ഒരു കൂട്ടം കൂടെ ഉള്ളു. ബാക്കി അതുവരെ ഉള്ളത് ഞങ്ങൾ അവസാനിപ്പിച്ചു കൂട്ടാ. ആ ഒരു ചെറിയൊരു കൂട്ടം ഇനിയിപ്പോ ഇന്ന് രാത്രി വൈകിട്ട് എപ്പോഴെങ്കിലും ഇരുന്ന് അവസാനിപ്പിക്കുള്ളൂ. പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി വെളിച്ചെണ്ണ ആട്ടിയിട്ട് അതാണ് എന്നോട് എല്ലാവരും പ്രത്യേകം ചോദിക്കുന്ന കാര്യം. വെളിച്ചെണ്ണ ആട്ടി കഴിഞ്ഞാൽ കേടാവാതിരിക്കാൻ എന്ത് ചെയ്യണു എന്നുള്ളത്. അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വരാട്ടാ. ഇനി പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്നിട്ടാന്നറിയോ? ഇന്നത്തെ പാചകം അമ്മേട്ടാ. പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ നമുക്ക് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പൊ ആദ്യം ചേച്ചിയോടാണ് ഹായ് പറയുന്നത്. വരാപ്പുഴയുള്ള കുഞ്ഞുമോൾ ജോൺ. ഹായ് കുഞ്ഞുമോളേച്ചി. അതേപോലെ തന്നെ കുഞ്ഞുമോളേച്ചിയുടെ മകൻ അതുലിന്റെ ബർത്ത്ഡേ ആണ് നാളെ ശനിയാഴ്ച. ഹാപ്പി ബർത്ത്ഡേ അതുൽ. സഫിയുടെ മകൻ ഇച്ചുനോടാണ് ഹായ് പറയാനുള്ളത്. ഹായ് ഇച്ചു. ഇനി അനിയത്തിമാരോടാട്ടാ ഹായ് പറയാനുള്ളത്. രജിത ഇ കെ. ഹായ് രജിത. വീണ എം എസ്. ഹായ് വീണ. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാട്ടാ. അയ്യോട്ടാ. ഇന്ന് നമ്മളുണ്ടല്ലോ വിഷ്കട്ടയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അമ്മയാണ് വിഷ്കട്ട ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് ഉണക്കല്ലരിയാണ്. അത് നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 നാളികേരത്തിന്റെ 1-ാം പാല് കണ്ട ഒരു 1/2 ഗ്ലാസിന്റെ അവിടേക്ക് ഇട്ടാ ഉണ്ടാവും. പിന്നെ എടുത്തിട്ടുള്ളത് 1.5 ഗ്ലാസ് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 4 ഗ്ലാസിനേക്കാൾ ഇത്തിരി കൂടുതലുണ്ടാവും 3-ാം പാല് കേട്ടാ. അപ്പൊ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശ അളവാണ്. നമുക്ക് നമ്മുടെ പോലെ ഇത്ര അളവൊന്നുമില്ല. ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞതാട്ടാ. അപ്പൊ ഞാൻ തീ കത്തിക്കല്ലേ അമ്മേ? തീ കത്തിച്ച് നമ്മളിതാ ഉരുളി അറപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ അമ്മ. ഇനി ഉരുളി ചൂടാവേ. ഉരുളി ഒന്ന് ഉരുളി ചൂടായിട്ടല്ലേ? ഉരുളി ചൂടാവട്ടെ കേട്ടാ. 3-ാം പാൽ ഒഴിച്ചില്ല. 3-ാം പാൽ ഒഴിക്കല്ലേ? അപ്പൊ നമ്മളിതാ 3-ാം പാൽ ഒഴിക്കാൻ ഉരുളി ചൂടായി അപ്പോട്ടാ. ഇനി ഇതില് അതിലിടാ. അപ്പൊ നമ്മള് 3-ാം പാല് വെച്ച് ഒപ്പം തന്നെ നമ്മള് കഴുകി വെച്ച് നമ്മുടെ ഉണക്കലരിയും കൂടി അതിൽ ഇട്ട് കൊടുത്തു കേട്ടാ. ഇതിങ്ങനെ തിളച്ചിങ്ങോട്ട് വരണല്ലേ? നന്നായി തിളച്ച് വരുമ്പോ ഇളക്കിക്കൊണ്ടിരുന്നാ മതി അല്ലേ അമ്മ? തിളക്കണ വരെ അങ്ങനെ ഇളക്കണമെന്നില്ല അല്ലേ? അപ്പൊ നോക്കി നമ്മള് അരിയൊക്കെ ഇട്ട് നന്നായി തിളച്ചു തുടങ്ങിട്ടാ.
തിളച്ച് തുടങ്ങുമ്പോഴേ തന്നെ എന്താ പറയാ ചാറിങ്ങനെ അല്ല നമ്മുടെ നാളികേരം പാൽ ഇങ്ങനെ വറ്റണ പോലെയാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കില്ല അമ്മ? അമ്മ ഉണ്ടാക്കണ ബിസ്ക്കട്ട ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. അമ്മേടെ അടുത്ത് പോയിട്ട് കഴിച്ചിട്ടുള്ളൂ. ഇവിടെ ഷായേട്ടന്റെ അമ്മ ഉണ്ടാക്കുക വേറൊരു രീതിയിലാ. എനിക്ക് അത് ഉണ്ടാക്കിയിട്ടുള്ള ശീലാണുള്ളത്. നമ്മളുണ്ടല്ലോ ഇപ്പൊ തിളച്ചൊക്കെ വന്നുവല്ലോ, ആ സമയത്ത് ഒന്ന് തീ ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. ഞാൻ ആ ഒരു തീ കുറവിലാണ് നമ്മൾ ഇതിങ്ങനെ ഇളക്കി അരി ഒന്ന് ഒരു 3/4 ഭാഗത്തോളം വേവാകുമ്പോഴാണ് നമ്മൾ 2ാം പാൽ ഒഴിക്കുള്ളൂ കേട്ടാ. നോക്കിയേ, നമ്മള് 3ാം പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ കണ്ട അരി ഇങ്ങനെ വരുന്ന ഈ സമയത്ത് ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മള് 2ാം പാലല്ലേ അമ്മേ? ഞാൻ ഒഴിക്കാം. ഈ 2ാം പാലിൽ കിടന്ന് നമ്മൾ വീണ്ടും നന്നായി ഇളക്കി ഒരു കട്ടിയാക്കി എടുക്കണം കേട്ടാ. പാത്രം കഴുകി ഒഴിക്കണ്ടല്ലോ അമ്മ. ഇപ്പൊ ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇത്ര നേരം തീ കുറവിലായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാനേ അമ്മോട് പറഞ്ഞു ഞാൻ ഇളക്കാന്ന്. കാരണം ഒന്നാമത് ഈ മേശയുടെ ഹൈറ്റ് അമ്മയ്ക്ക് ഇത്തിരി കൂടി ബുദ്ധിമുട്ടാ. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി നന്നായി വലിഞ്ഞു വരണ്ട അമ്മ. അപ്പൊ നോക്കി നമ്മള് 2ാം പാൽ ഒഴിച്ച് നോക്കിയ ഇതേപോലെ കണ്ട ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇനി എന്നിട്ട് ചെയ്യണമ്മ 1ാം പാൽ ജീരകം ഉപ്പിടും. അപ്പൊ ഞാൻ ഒഴിച്ചമ്മ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള പാലയിൽ നമ്മുടെ പാത്രത്തിലുണ്ട്. അപ്പം ഞാൻ വീണ്ടും ഒന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത് ഞാൻ തീ കുറച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ. ജീരകം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ അമ്മ ഇട്ട് കൊടുക്കണേ. നന്നായി ഇളക്കി കൊടുക്കാമല്ലോ അമ്മ. നമ്മുടെ ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ എങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടാ. ഇനിയിപ്പോ ഇത് നോക്കിയാൽ ഇനി ഇളക്കണ ഒന്നുകൂടി വലിയണല്ലേ. അപ്പൊ പറഞ്ഞോളട്ടമ്മേ. അപ്പൊ നോക്കിയാൽ നമ്മള് ഇതേപോലെ ആയി കഴിഞ്ഞപ്പോ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാട്ടാ. ഇനി ഇപ്പൊ ഇലച്ചീൻ്റെ ഇത് നമ്മൾ പരുത്താണ് ചെയ്യാ. അപ്പൊ ഞാനിതാ ഗ്യാസ് അത് അമ്മ ഓഫ് ചെയ്തു കേട്ടാ. ഇനി ഒരു ഇലച്ചീൻ്റെ കേട്ടാ. ഇപ്പൊ ഇതാ നോക്കി നമ്മള് നോക്കിയേ ഒരു ഇലച്ചീൻ്റെ എടുത്തത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്ക ഇറക്കി വയ്ക്കാം. ഞാൻ ഇട്ടേണ്ട 2 സൈഡിലായിട്ടില്ലേ. അപ്പൊ ഇനി ഞാനിതായാലും എനിക്ക് അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പരത്തലൊക്കെ അമ്മയായിട്ട് ചെയ്യാം. ഇതേപോലെ ഇലയിൽ ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. നല്ല ഭംഗിയിൽ നോക്കിയമ്മ
രണ്ട് ഇലയുടെ രണ്ട് സൈഡിലേക്കൊക്കെ ആക്കി. അപ്പോൾ കഴിഞ്ഞില്ലേ? അപ്പോൾ അത് ബിസ്ക്കറ്റാടെ ഇതേ നമ്മുടെ ഇലയിൽ പരത്തി ഇതിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ശർക്കര. അപ്പോൾ തീ കത്തിക്കാം കേട്ടോ. അടുപ്പത്ത് കയറ്റി ഒരര ഗ്ലാസ്സിൻ്റെ അടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉരുകി വരും. എനിക്ക് മോള് പോയിട്ട് തിന്ന് ചുക്കും ജീരകം ഏലക്കായുണ്ട്. കണ്ട എത്രയോ പോകുന്നൊരു കഷ്ണം ചുക്ക്, 4 ഏലക്കായ, 1 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ പൊടിച്ചെടുത്തോണ്ടിരിക്കാം കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ടല്ലോ അമ്മേ. അപ്പം ഇനി ഇടാ? ഇല്ല കുറച്ചും കൂടി ഉണ്ട് കേട്ടാ. ഞാനേ വെടിപ്പിക്ക് തിളച്ച് റെഡി ആയി വെച്ചു. ആയിട്ടില്ല, കുറച്ചുകൂടി വെള്ളം ഉരുകാണ്ട്. അപ്പം നോക്കി നമ്മൾ ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. മോളെ ആ പൊടി പൊടിച്ചുകൊണ്ട് ഇതിൽ കിട്ടും. ശർക്കര ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതാ പൊടിച്ച പൊടികൾ കേട്ടാ. ഞാൻ അമ്മ പറയണത് കേൾക്കണില്ലാന്ന് വെച്ചിട്ടാട്ടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ അതായി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യല്ലേ? ഗ്യാസ് ഓഫ് ആയിട്ട്. അപ്പം നമ്മുടെ വെള്ളം ഒരുക്കി കഴിഞ്ഞു ഞാൻ. അപ്പം നമ്മുടെ ഈ വെള്ളം അതിലേക്ക് നേരിട്ട് നമ്മൾ പൊടികൾ ഇട്ടതിൻ്റെ കാരണം എന്നിട്ടാണെന്നറിയോ? നമ്മുടെ ഈ വെള്ളം എന്ന് പറയുന്നത് ഇതിൽ മണ്ണും പൊടിയോ അങ്ങനെ അഴുക്കുകളൊന്നും ഇല്ലാത്ത വെള്ളമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അരിക്കാതെ തന്നെ നമ്മൾ അരിക്കാതെ ഇട്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചേക്കല്ലേ അമ്മേ? പാത്രത്തിൽ ചൂടാറിനോടുകൂടി ഒന്നും കൂടി നമ്മുടെ ഇതൊന്ന് ചെറുതായിട്ടിട്ടാ. കൂടുതൽ കട്ടയാവാനും പാടില്ല, അത് കൂടുതൽ അഴവും പാടില്ല കേട്ടോ. ഇതിപ്പോൾ ചൂടാറി വരുമ്പോൾ ഒരു നല്ലൊരു കണ്ട ഇങ്ങനെ വെക്കും ആ രീതിയിൽ. കയ്യിൽ നിന്ന് വീഴുമ്പോൾ തന്നെ ഇതേപോലെ. ഇനിയിപ്പോൾ നമ്മുടെ കട്ട ചൂടാറി കഴിഞ്ഞാൽ അത് എടുക്കാമല്ലോ. ചൂടാറിയിട്ടുണ്ടാവോ? ഇങ്ങനെ പേരെടുത്തിട്ടല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസ്ക്കട്ട അമ്മ പരത്തിച്ച് ചൂടാറിയിട്ടാ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വിഷ്കട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പ ടൈമിൽ കേട്ടാ ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പുറത്തേക്ക് മുസ്ലിമുകൾ. അപ്പോൾ അവിടെ അങ്ങനെ കുറേ ഉണ്ണികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അമ്മയുടെ വിഷ്കട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ അന്ന് കുറേ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയാം. രാവിലെ നേരത്തെ എണീറ്റ് അമ്മ പുലർച്ചെ തുടങ്ങും കട്ട ഉണ്ടാക്കാനായിട്ട്. അന്നൊക്കെ അമ്മ തന്നെയാണ് എത്ര അരിക്കൊക്കെ ഉണ്ടാക്കാറമ്മ? 2 കിലോ അരിക്കണം അമ്മ ഉണ്ടാക്കാറ്. എനിക്ക് ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പോൾ അമ്മ തന്നെയാണ് അതിരിക്കണ നാളികേരം എടുക്കലോ ഒക്കെ. ഇന്നത്തെ പോലെ മിക്സിങ് കൂടി ഇല്ല തോന്നുന്നുണ്ടല്ലോ അമ്മക്ക് ഇല്ലല്ലോ. പാവ അമ്മ അത്രയും പാലൊക്കെ എടുത്ത് ഉണ്ടാക്കി. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. അപ്പം അമ്മ ഉണ്ടാക്കണ ബിസ്ക്കട്ട എന്ന് പറയുന്നത് ഞാൻ വിഷുവിൻ്റെ അന്ന് അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ബിസ്ക്കട്ട കഴിക്കാം. അതെ കട്ട് ചെയ്യാട്ടാ. നോക്കി എന്ത് ഭംഗിയില്ലെന്ന് നോക്കി അമ്മ ആക്കണേ. ബിസ്ക്കട്ടൊക്കെ അമ്മ നല്ല രസമായിട്ട് ഉണ്ടാക്കണം. കാരണം ഞാൻ പിന്നെ കൂടുതലൊന്നും അതിലേക്ക് ഇടപെടാണ്ട് ഒതുങ്ങി നിന്ന്.
അമ്മ ഇതാ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്ലേറ്റിലേക്ക് അല്ലേ. കേട്ടോ നമുക്ക് ഇതേപോലെ ഉണ്ട്. അതാണ് കട്ട. നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഞാൻ എടുത്തിട്ടുണ്ട് അമ്മേ. ഞാനിടാ ഇതാ അല്ലേ. അപ്പൊ നോക്കിയേ, നമ്മളിതാ നല്ല കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പൊ ഞാന് ടേസ്റ്റ് അവിടെ ഷായറിനെ വിളിക്കട്ടെ കേട്ടോ. അപ്പൊ അമ്മോട് നിൽക്കും. മതി അമ്മ. എല്ലാ കട്ടയുടെ മുകളിലായിട്ടായിട്ട് ഒഴിക്കണം അമ്മ. ഓ നമ്മള് പഴയ കാലഘട്ടത്തിലേക്ക് പോയി ഇത് കാണുമ്പോ. ഓ അടിപൊളിയാ. ഇല്ല, എനിക്ക് അമ്മയുടെ കട്ട ഭയങ്കര ഇഷ്ടാട്ടാ. ഇവിടുത്തെ അമ്മ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ രണ്ട് ടേസ്റ്റ് ആവാറുണ്ട് മാത്രം. ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കട്ടെ. എങ്ങനെ രസമുണ്ടാ? ഷായിട്ട് എന്നും ചോദിക്കുന്ന ചോദ്യം. നീ കഴിച്ചു അതേറെ എന്നാലും തരാ ചോദിക്കേണ്ട കാര്യം പറഞ്ഞു അല്ലേ? ആ നല്ല രസമാണ്. നമുക്ക് കൈയൊക്കെ ഇങ്ങനെ നക്കി ഇരിക്കും ഞങ്ങളിങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് വിഷുകട്ട. നിർത്തണ്ടേ, മറന്നു. നിർത്തല്ലേ? അപ്പൊ നമുക്ക് എല്ലാവരും ഇതൊന്നും നോക്കിയോളാം. അമ്മേരെ വിഷുക്കട്ട ഒന്ന് പരീക്ഷിച്ചോളാം എല്ലാവരും. ആ പിന്നെ ഒരു കാര്യട്ടാ, ഇന്നിപ്പോ നമ്മള് ഇന്ന് ഞാന് വിഷുക്കട്ട ഉണ്ടാക്കുന്നത് അമ്മ വ്യാഴാഴ്ച ദിവസം. നമ്മുടെ വീഡിയോ വരുന്നത് വെള്ളിയാഴ്ച എന്നല്ലോ. പക്ഷെ ഇന്ന് അമ്മ പോവും വീട്ടിലേക്ക്. കാരണം വിഷുവൊക്കെ ഉള്ള വരണം. കാരണം വീട്ടിൽ പോകും. വിഷു കഴിഞ്ഞിട്ട് പിന്നെ അമ്മേന്റെ അടുത്തേക്ക് വീണ്ടും വരാന്ന് പറഞ്ഞിട്ടുണ്ടാ. അപ്പൊ നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടാ.